ഗുഡ്. സ്നേഹ സുന്ദരായിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട് ഈ ഔട്ട്ഫിറ്റ് ഒക്കെ കാണാനായിട്ട്. താങ്ക് യു ഓക്കെ, ചോദിക്കാം നമുക്ക്. ചേച്ചി സ്നേഹക്കുട്ടി, മാം. സ്നേഹ അസലായിട്ട് പാടി. താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. മോള് നന്നായിട്ട് പാടുന്ന ആളാണ്. വോയിസ് നല്ല ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വോയിസ് കൂടിയാണ്. ഈ ഒരു പാട്ട് നന്നായിട്ട് തന്നെ പാടി. ഇത്രയും പനിയും ഈ പ്രശ്നങ്ങളും ഉണ്ടായിട്ട് പോലും മോള് മാനേജ് ചെയ്തു. ആ ഹൈ പോർഷൻസും എല്ലാം എങ്ങനെയൊക്കെയോ അത് മാനേജ് ആയി അല്ലേ? അതെ മാം. ഞാൻ മിണ്ടാതിരുന്നു 2 ദിവസം. ഞാൻ തുടർച്ചയായിട്ട് മിണ്ടാതിരുന്നു. ഓക്കെ. അല്ലാതെ പാടിയതിലും മോൾക്ക് അറിയാം എന്താ പാടാനുള്ളതെന്നും ആ വോയിസ് നല്ല ഭംഗിയായിട്ട് പോയി. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയാം അല്ലേ? താങ്ക് യു. തീർച്ചയായിട്ടും. മോൾ ഇതിന്റെ ഡീറ്റെയിൽസ് പറയും. മ്യൂസിക് ചെയ്തിരിക്കുന്നത് MJ ചന്ദ്രൻ സാറാണ്. പാടിയിരിക്കുന്നത് സുജാത മാം. പിന്നെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാർ. എന്തായാലും സുജാ ചേച്ചി എന്ന് പറയുമ്പം സുജാ ചേച്ചി ഭയങ്കര എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് പാടുന്ന ആളാണ്. എൻ്റെ സുജാത ചേച്ചിക്ക് ഒരു ഉമ്മ ഇവിടുന്ന്. പിന്നെ ചേച്ചിയുടെ ഇഷ്ടംപോലെ പാട്ടുകൾ, നമ്മളൊക്കെ എത്രയോ വേദികളിൽ പാടുന്ന പാട്ടുകളുണ്ട്. ചേച്ചിയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഭയങ്കര ചിരിച്ചു പാടും ചേച്ചി. അത് ആ ഒരു ചിരി പാട്ടിനകത്ത് ത്രൂ ഔട്ട് ഉണ്ട്. മോളും ഈ ഒരു വയ്യായിക ഉണ്ടായിരുന്നെങ്കിൽ പോലും കുറേയൊക്കെ മോള് അത് മായ്ച്ച് വെച്ച് നമ്മളെ ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമം നടത്തി. എല്ലാം കൊണ്ടും അത് കുഴപ്പമില്ലാണ്ട് അങ്ങ് പോയി. കാരണം ഇങ്ങനെ ഒരു വയ്യാണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. നല്ല സോങ് തന്നെയാണ് മോള് സെലക്ട് ചെയ്തത്. ഒരു ഫാസ്റ്റ് നല്ല അടിപൊളിയായിട്ട് 2-3 പേര് ഇവിടെ പാടിയല്ലോ. ആരായിരുന്നു കോറസ് പാടിയവര്? അസാധ്യം. കൈവക്കോ, എന്തിനാണ് ടെൻഷൻ? പ്രത്യേകിച്ച് മെയിൽ കോഴ്സ് മെയിലാണ് എടുത്ത് പറയേണ്ടത്. അതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ശിവാനി വേറെ കേറി പാടിപ്പോയോ? അതിവിടെ ആലാപ് ഇച്ചിരി കൂടുതൽ അങ്ങ് പാടി. ഞങ്ങൾക്ക് 2 പാടാണ്ടായിരുന്നു. ഞാൻ ഓർമ്മ 2 അങ്ങ് പാടി. ഇവനപ്പത്തേക്കും കുറെ അങ്ങ് പാടി വെച്ചിരുന്നു. ഓ മൈ ഗോഡ്. എക്സ്ട്രാ ദോശ അങ്ങ് ചുട്ട്. അർജുൻ ആണെങ്കിൽ അവിടെ കുറച്ച് വളരെ അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഈ പാട്ട് ഞാൻ കിടിലമാക്കണം എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് അല്ലേ അർജുൻ? ചിരിച്ചൊക്കെ എൻജോയ് ചെയ്ത് പാടുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയിൽ കൈവിട്ട് പോയി എവിടെയോ. കുറച്ച് പോയത് അസാധ്യമായിരുന്നു. അത് കുറച്ചൊന്നും അല്ല പോയത്, പോയി. ഒരു ഭയത്തില് പറയാലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിരുന്നു. കുറച്ച് കൂടുതൽ പാടിയല്ലേ? എത്രേ ഉള്ളൂ അല്ലെ? അതാണോ കുറച്ചാണോ പാടിയത്? അല്ല, കുറച്ചേ പാടിയുള്ളൂ. അല്ല, എനിക്ക് അതൊന്ന് കാണാൻ വേണ്ടിട്ടായിരുന്നു. ആ കുറച്ച് കാണാൻ വേണ്ടിയാണ്. ശീലമല്ലേ അർജുന? പാച്ചൊക്കെ പറയുന്ന പോലെ. അർജുന നല്ല ഇടിയിട്ട്. ഇല്ല ഞാൻ നല്ലതിന്. എന്തായാലും നിങ്ങൾ എല്ലാരും കൂടി അതങ്ങ് ഒരു ഓളം ആക്കി. പിന്നെ ഈ വയ്യായികയായ എല്ലാരും കൂടി അങ്ങ് സപ്പോർട്ട് ചെയ്ത് കൈയൊക്കെ അടിച്ച് നല്ലോണം എൻകറേജ് ചെയ്തു. സ്നേഹ എന്തായാലും സുന്ദരിയായിട്ടുണ്ട് കാണാൻ. ഇതുവരെ കാണാത്തൊരു കോമ്പിനേഷൻ. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. എത്രയും പെട്ടെന്ന് ഈ വയ്യായികൊക്കെ ഒന്ന് മാറട്ടെ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. എന്തോ സ്നേഹ, അല്ല ഈ ഒരു അവസ്ഥയിൽ കാര്യം വയ്യാവുന്നത് അത് നമ്മൾ ഞാൻ പാടി തുടങ്ങുമ്പോഴേ ഞാൻ ഷാൻ്റെ അടുത്ത് പറഞ്ഞു, ഷാനെ വയ്യ, എന്നാലും നന്നായിട്ട് പാടി. നന്നായിട്ട് പാടി കേട്ടോ. അതുപോലെ നമ്മുടെ ദോശ തുടക്കം ചെറുത് ഒരു കട്ടിങ്, ആദ്യത്തെ കട്ടിങ് നല്ലതായിരുന്നു, പൈൻറ്റ് ഫുള്ളാണ് നാശമായി പോയത്. അത് നല്ലതായിരുന്നു, തുടക്കം നല്ല രസമായിട്ട് പാടി ദോശ. അപ്പം അത്രേ ഉള്ളൂ. ഇത് ഇത്രയും പാടിയുള്ള കാര്യം നല്ല രസമുള്ള ഒരു കോമ്പസിഷൻ, നല്ല ഒരു ഓളം ഉണ്ടായിരുന്നടാ. അപ്പം അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ടേക്ക് കെയർ. താങ്ക് യു സർ. ഷാനിക്ക. സ്നേഹ സർ, ആദ്യം തന്നെ പറയട്ടെ, നല്ല ശബ്ദം. സ്നേഹയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്നേഹയുടെ ശബ്ദം ഭയങ്കര രസമാണ്, ഭയങ്കര പ്യോർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പാടുമ്പോൾ. പിന്നെ മോളെ എനിക്കൊരു ഡൗട്ട്, ചരണത്തിൽ ഒരു കുറുവാലി കുയിലാണ് ഞാൻ എന്നാണ് പാടിയത്, എഴുതിയിരിക്കുന്നത് കുറുവാലി കിളിയാണ് ഞാൻ എന്നാണ്. കുയിലാണോ? ഓക്കെ, ശരി. വണ്ടർഫുൾ. കുയിലും പുലിയാണെന്ന് പറയാത്ത ഭാഗ്യം. ഓ, ഇതിനൊക്കെ ശരത് സാറിന്റെ ഒക്കെ സ്റ്റാൻഡിങ് ഓവേഷൻ കിട്ടാന്ന് പറഞ്ഞാ ഇത്ര വലിയൊരു തരാൻ പറ്റൂ. അപ്പൊ അത്രേ ഉള്ളൂ മാർക്ക്.
എല്ലാവരും ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. എം ജി സർ. സ്നേഹക്കുട്ടി, സർ സ്നേഹത്തോടു കൂടി പറയാണ്, ഇവര് പറഞ്ഞ കാര്യം തന്നെ. നല്ല ശബ്ദം, നല്ല രസമുണ്ട്, താങ്ക് നല്ല യു കൊഞ്ചലുള്ള, നല്ല മൊഞ്ചുള്ള ഒരു ശബ്ദം. അതെ, താങ്ക് യു സർ. പാടിയതെല്ലാം നല്ല രസമുണ്ടായിരുന്നു, നല്ല പെപ്പിയായിട്ടാണ് പാടിയത്. പക്ഷേ ആ ഒരു നോട്ട്സ് ഇല്ലേ, നോട്ട്സ് ഒന്ന് ഫ്രെയിം ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, ബ്യൂട്ടിഫുൾ ആയിരുന്നേനെ. പക്ഷേ ഈ സുഖമില്ലാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ നോട്ട് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നോട്ട് പോയിട്ട് ചില്ലറ പോലും കിട്ടത്തില്ല. എന്തായാലും ഇത്രയും പാടിയല്ലോ, അത്രേ ഉള്ളൂ. എല്ലാം നന്നായിരുന്നു. പിന്നെ കൂടുതലൊന്നും പറയാനില്ല, ഇവരൊക്കെ ബാക്കി എല്ലാം പറഞ്ഞു. കാരണം പിന്നെ ഈ കോറസ് അയ്യോ അദ്ദേഹം ഞാൻ വിട്ടുപോയി. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ സത്യമായിട്ട് പറയാം, നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ തന്നെ ആണോ അല്ലേന്നൊന്നും ഞാൻ ആ പാട്ടിനകത്ത് അത്രയും ഒരുപാട് കോറസ് ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി. സ്നേഹക്കുട്ടി, മാം ഈ ഒരു പെർഫോമൻസിന് 8.1. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. 8.1. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. യെസ്. ഓക്കെ, എം ജി സർ. ഞാനും അവരുടെ കൂടെ ചേരുകയാണ്. 8.1. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 24.3. ഹെൽത്ത് ഒക്കെ നോക്കുക, ഒരു റൗണ്ട് കൂടെ ബാക്കിയുണ്ട്. ഓൾ.